അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. സ്റ്റോപ്പ് പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ് എന്ന ഇന്ത്യ രാജ്യം മുഴുവൻ നടക്കുന്ന ഈ ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് ഡൽഹിയിൽ വെച്ച് അവസാനിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാഷിസം അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യ അല്ലാതാവുകയായി. കൊലപാതകം, വിദ്വേഷം, മനുഷ്യ അവകാശ ലംഘനം, വർഗീയ ലഹള ഏറിക്കൊണ്ടിരിക്കുന്നു. 1980 മുതൽ ഇന്ത്യയുടെ ശാന്തിയും സമാധാനവും സ്വൈരവും കെടുത്തിക്കൊണ്ട് അധികാരത്തിൻ്റെ ഓരോ പടിയും കയറിക്കൊണ്ട് RSS BJP ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നയാൾ പ്രധാനമന്ത്രിയാണ്. അന്ന് ഗുജറാത്ത് ഹിന്ദുത്വത്തിൻ്റെ ലാബോറട്ടറി ആണെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ ലാബോറട്ടറി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ, BJP മുസ്ലിം സമുദായത്തിനെയും ദലിതരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉന്മൂലന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് ഒന്നടങ്കം അശാന്തി ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇന്ന് RSS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് സർക്കാരിൻ്റെ ജനവിരുദ്ധ ആശയങ്ങളെയും നീതിയെയും എതിർക്കാനും അതുപോലെ തന്നെ അതിനെ ചോദ്യം ചെയ്യാനുമുള്ള അവകാശം നമുക്ക് ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യ, അതിൻ്റെ ഭരണകൂടം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആൻറ്റി പീപ്പിൾ, നമ്മുടെ സർക്കാരിൻ്റെ ജനവിരോധി നീതിയെ ചോദ്യം ചെയ്താൽ അവരുടെ മേലിൽ രാജ്യദ്രോഹത്തിൻ്റെ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിലടക്കുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫാസിസ്റ്റ് സിദ്ധാന്തം ഇന്ത്യയുടെ BJPക്കകത്തും RSS വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസിസം, ഹിന്ദുത്വ ഫാസിസം, അത് എന്നും ജനവിരോധി തന്നെയാണ്. അത് ജനങ്ങൾക്ക് എതിരുള്ളതാണ്. BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ ഭരണം ഈ രാജ്യത്തിൻ്റെ ഏകതക്കും അഖണ്ഡതക്കും മതസൗഹാർദ്ദത്തിനുമുള്ള വെല്ലുവിളിയാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. BJPയെ പോലെയുള്ള വർഗീയ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ സെക്യുലർ പാർട്ടികൾക്കും പങ്കുണ്ട്. കേവലം 31% വോട്ട് നേടിയിട്ട് അധികാരത്തിൽ വന്ന മോദി സർക്കാർ വർഗീയ ധ്രുവീകരണത്തിൻ്റെയും മുസ്ലിം വിരോധി മനസ്ഥിതിയുമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ മന്ത്രിമാരും MP മാരും
വിവിധ സംസ്ഥാന സർക്കാരിൻ്റെ MLA-മാരും BJP-യും RSS-ൻ്റെയും നേതാക്കൾ വിദ്വേഷ പ്രഭാഷണങ്ങൾ ഇന്ത്യയുടെ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗർവാപ്സി, അതുപോലെ തന്നെ ലവ് ജിഹാദ് പോലെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി മുസ്ലിം വിരുദ്ധ മനസ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഇതിനെല്ലാം മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ ഉടനെ ഹിന്ദുത്വ ഗൂണ്ടകൾ മുഹസിൻ സാദിഖ് ഷേഖ് എന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കൊന്നു. അയാൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ അയാൾ താടിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, താടി വച്ചിരുന്ന യുവാക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ ഗൂണ്ടകൾ, ഹിന്ദുത്വ ഫാസിസത്തിന് അധീനപ്പെട്ട യുവാക്കൾ മുസ്ലിം യുവാക്കളെയും താടി വെച്ച യുവാക്കളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊല്ലുന്ന ഒരു പ്രവണതയാണ് നാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഹരിയാനയിൽ അട്ടാലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ 30 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. വളരെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന, വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന, അവരുണ്ടാക്കിയ 30 കൊല്ലം പഴക്കമുള്ള അള്ളാഹുവിൻ്റെ ആരാധന ചെയ്തുകൊണ്ടിരുന്ന ഒരു പള്ളിയുടെ നേരെ തർക്കമുണ്ടായി. ആ തർക്കം കോടതിയിൽ കയറി. അതിനുശേഷം ആ കോടതി വിധി മുസ്ലിങ്ങൾക്ക് ഫേവറായി വന്നു. ആ ഒരു കാരണത്താൽ ആ പള്ളിയെ ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗക്കാർ അതിനെ തീകൊളുത്തി കരിക്കുകയും ചെയ്തു. മാത്രമല്ല 2000-ഓളം വരുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗം, ഹിന്ദുത്വ ഫാസിസ്റ്റ് ജനങ്ങൾ മുസ്ലിങ്ങളുടെ വീട് കയറിക്കൊണ്ട്, അവരുടെ അങ്ങാടിയിൽ കയറിക്കൊണ്ട് അതിനെ ചുട്ടുകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ 400-ഓളം കുടുംബങ്ങൾ, അവിടുത്തെ 400-ഓളം മുസ്ലിം കുടുംബങ്ങൾ ആ നാട് വിട്ട് ഓടേണ്ടി വന്നു. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് ചെയ്ത കുറ്റം, അയാളുടെ വീട്ടിൻ്റെ അകത്തൊരു ഫ്രിഡ്ജിൽ പശുമാംസം അയാൾ ശേഖരിച്ചു എന്ന ഒരു കാരണത്താൽ, അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചരണം കൊണ്ട് അയാളെ അതിഭീകരമായി ഹിന്ദുത്വ വർഗക്കാർ, ഗോരക്ഷകന്മാർ അയാൾ കഠോരമായി അയാളെ കല്ലുകൊണ്ട് കുത്തിക്കൊന്നു. ജാർഖണ്ഡിൽ പശുക്കച്ചവടക്കാരെ 2 ആളെയും തൂക്കിക്കൊന്നു. ഗുജറാത്തിൽ ദലിതന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന രംഗം നാം സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ 1925 മുതൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ പറഞ്ഞുകൊണ്ടുവരുന്ന, എഴുതിക്കൊണ്ടുവരുന്ന അവരുടെ അജണ്ടകളെ നടപ്പാക്കാനുള്ള ഒരവസരമായിട്ടാണ് ഈ 2 കൊല്ലത്തെയും അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ 2 കൊല്ലങ്ങളിൽ ഈ രാജ്യത്തെ അറിഞ്ഞതും അറിയാത്തതുമായ വിദ്വേഷ പ്രവർത്തനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ പുറപ്പാട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാനാണ്. ഹിന്ദുത്വ രാഷ്ട്രമുണ്ടാക്കണമെന്നുള്ള 1925 മുതൽ RSS പറഞ്ഞുകൊണ്ടുവരുന്ന ആ ഒരു അജണ്ടയെ നടപ്പാക്കാനുള്ള, അതിനു വേണ്ടിയുള്ള ഒരു നീക്കമാണ് BJP ഗവൺമെൻറ്റും RSSും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടന ഇല്ലാതാക്കി സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കുണ്ടായിരുന്ന അതിമഹത്തായ, ലോകത്ത് തന്നെ അതിമഹത്തായ പ്രാധാന്യതയുള്ള നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കുകയും ആ സ്ഥാനത്ത് മനുവാദം കൊണ്ടുവരികയും അനുവാദത്തെ ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റാനുള്ള
ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു MP പറയുന്നു മുസ്ലിം മുക്ത ഭാരത് ഉണ്ടാക്കുമെന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? മുസ്ലിം മുക്ത ഭാരത് എന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒരു BJP MP പറയുന്ന കാര്യമാണിത്. ഇത് മുസ്ലിമീങ്ങളോടുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു MP പറയുന്നു ജാക്കിർ നായിക്കിന്റെ തല വെട്ടിയാൽ 50 ലക്ഷം തരാമെന്നൊരു MP പറയുന്നു. ഇവരുടെ മേലിൽ കേസൊന്നുമില്ല, ഇവരെ ചോദിക്കാൻ ആളില്ല, വരച്ച വരക്ക് നിർത്താൻ നമ്മുടെ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി സാധിച്ചെങ്കിലും അത് ചെയ്യുന്നില്ല, കാരണം അവൻ്റെ അജണ്ടയാണ്. അതുപോലെ തന്നെ മുസ്ലിം കേന്ദ്രങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. കേരളത്തിൽ മുസ്ലിം മതകേന്ദ്രങ്ങളിലേക്ക് RSS മാർച്ച് നടത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ചേരിയിൽ വെച്ചു സത്യസരണി പോലെയുള്ള ഇസ്ലാമിക സെന്ററിലേക്ക് RSS മാർച്ച് നടത്താൻ ഒരുങ്ങി. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മാർച്ച് നടത്താൻ ഒരുങ്ങി. പക്ഷേ അതിനെ തടുത്തു നിർത്താൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് അത് സാധിച്ചു. ഇതുപോലത്തെ ഇതിനെ ചെറുത്തു നിൽക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനത്തിന്, ഒരു ജനകീയ മുന്നേറ്റത്തിന് നാം നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിച്ചതിന് അള്ളാഹുവിനെ നാം സ്തുതിക്കാം. ഇതെല്ലാം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം RSS നൽകിയ ലൈസൻസ് പോലെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. മോദി പ്രധാനമന്ത്രിയാണെങ്കിലും RSS ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. IAS-കാരെയും IPS-കാർക്കും തുടങ്ങിയ ഉന്നത തലത്തിലേക്ക് നടക്കുന്ന പരിശീലനങ്ങളിൽ RSS ഇടപെടുകയും അവരുടെ പരിശീലനത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് RSSന്റെ പരിശീലനം നൽകുകയും ചെയ്യുന്ന വാർത്തകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അസ്സാമിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ബാംഗ്ലാദേശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പൗരത്വം നിഷേധിക്കുന്ന കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാഫ്രണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും വന്ദേ മാതരം, ജയ് ഭാരത് മാതാ കി പോലെയുള്ള മുദ്രാവാക്യങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. RSS ദലിതുമാരെയും മുസ്ലിങ്ങളെയും മാത്രമല്ല ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രോഗ്രസീവ് ആളുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹിന്ദുക്കളെയും അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മംഗലാപുരത്ത് വെച്ച് ഒരു ഹിന്ദു, ഒരു BJP-കാരൻ തന്നെ പശുവിൻ്റെ കച്ചവടം നടത്തിയതിന് വേണ്ടി അതിക്രൂരമായ അയാളെ കൊല്ലുകയാണ് ചെയ്തത്. RSS ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവിനെ കൊന്നു. ഒരു പ്രവീൺ പൂജാരി എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഹരീഷ് ഷെട്ടി എന്ന് പറയുന്ന മംഗലാപുരത്ത് വെച്ച് ഹിന്ദുക്കളെയും കൊല്ലുന്ന ഒരു മനസ്ഥിതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ ഒരു ദലിതന്മാരെയോ മുസ്ലിങ്ങളുടെയോ മാത്രം ശത്രുക്കളല്ല, അവരെ ഇന്ന് എല്ലാവരുടെയും മനുഷ്യത്വത്തിൻ്റെയും ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. ദലിതന്മാരുടെയും ശത്രുക്കൾ, സ്ത്രീകളുടെയും ശത്രുക്കൾ, കുട്ടികളുടെയും ശത്രുക്കൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെയും ശത്രുക്കൾ, ഇന്ത്യയുടെ തന്നെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിജീവികളെ അവർ കൊന്നുകൊണ്ടിരിക്കുന്നു. പൻസാരെ പോലെയുള്ള, ദാബോൽക്കർ പോലെയുള്ള, ഡോക്ടർ കൽബുർഗിയെ പോലെയുള്ള ബുദ്ധിജീവികളെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊന്നൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഇന്ത്യ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ഇന്ത്യയുടെ സെക്യുലർ ഫോഴ്സുകൾ എന്ത് ചെയ്യണം?
ഇന്ത്യയുടെ പ്രോഗ്രസ്സുകളും ഇൻ്റലക്ച്വൽസുകളും സൊസൈറ്റിയും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇന്ത്യയുടെ ഭരണഘടന മുറുകി പിടിച്ചുകൊണ്ട് ജീവിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. എന്നും ഈ നാട്ടിൻ്റെ സമാധാനത്തിനും എന്നും ഈ നാട്ടിൻ്റെ ഐക്യത്തിനും നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഈ നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി വീരമരണം അടഞ്ഞ ഈ സ്വാതന്ത്ര്യം ലഭിക്കേണ്ട താമസം ഈ മുസ്ലിം സമുദായം ഒന്നടങ്കം മൂലയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. നമുക്കറിയാം, മുസ്ലിം സമുദായം ഒരിക്കലും സെക്യുലർ ഫോഴ്സിനെയോ അല്ലെങ്കിൽ സെക്യുലർ ശക്തിയോ വിട്ടുമാറിയിട്ടില്ല. ഇന്ത്യയുടെ സെക്യുലർ ശക്തിയെ ശക്തിപ്പെടുത്താനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ മുസ്ലിങ്ങൾ ഇവിടെ നിലകൊണ്ടത്, അതിനുവേണ്ടി പ്രവർത്തിച്ചു വന്നത്. ഒരിക്കലും നാം കമ്മ്യൂണലായില്ല. മുസ്ലിങ്ങൾ എപ്പോഴും സെക്യുലർ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. മുസ്ലിങ്ങൾ ഒരിക്കലും കമ്മ്യൂണൽ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. ഇവിടുത്തെ സെക്യുലർ ശക്തിയെ ശക്തിപ്പെടുത്തണം, ഇവിടുത്തെ ഭരണഘടനയെ ശക്തിപ്പെടുത്തണം എന്നുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഒന്നടങ്കം മുസ്ലിങ്ങൾ, ഒരൊറ്റ മുസ്ലിം പോലും കമ്മ്യൂണലായി ചിന്തിച്ചില്ല. സെക്യുലറായി മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിനെ ശക്തിപ്പെടുത്താനാണ് മുസ്ലിങ്ങൾ തുനിഞ്ഞത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും നമുക്കത് സാധിക്കും. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഒന്നിക്കണം, ഇവിടുത്തെ സെക്യുലർ ഫോഴ്സുകൾ ഒന്നിക്കണം, ഇവിടുത്തെ ഇൻ്റലക്ച്വൽസ് ഒന്നിക്കണം, ഇവിടുത്തെ പ്രോഗ്രസീവ് വിഭാഗം ഒന്നിക്കണം, ഇവിടുത്തെ സ്ത്രീകൾ ഒന്നിക്കണം. അങ്ങനെ ഒന്നിച്ചുകൊണ്ട് ഇവിടുത്തെ സെക്യുലർ ശക്തിയെ അതിനെ ശക്തിപ്പെടുത്താനും ഇവിടുത്തെ ഭരണഘടനയെ ശക്തിപ്പെടുത്താനും നാം ഒന്നുകൂടി നാം രംഗത്തിറങ്ങേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് നാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിദ്വേഷം പരത്തി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന, മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുകയും അണികൾ അതിനു വേണ്ടി നിർത്തുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. RSSന്റെ ഇന്ത്യ വിരുദ്ധ, മുസ്ലിം വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, ദലിത് വിരുദ്ധ അജണ്ടയെ നാം ചെറുക്കണം, തോൽപ്പിക്കണം. അവരുമായി ഒരു കോംപ്രമൈസും നമുക്ക് ചെയ്തുകൂടാ. അവർ ഇന്ത്യയുടെ ശാന്തിക്ക് വേണ്ടി ഉള്ളവരല്ല, അവർ ഇന്ത്യയുടെ ശത്രുക്കളാണെന്ന് നാം മനസ്സിലാക്കുകയും അതിനെതിരായി നാം കൈകോർക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ സെക്യുലറിസത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ്, മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കളാണ്, സ്ത്രീകളുടെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അവർ തന്നെ പറഞ്ഞതാണ്. അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മനുഷ്യരുടെയും നന്മക്കും നീതിക്കും വേണ്ടി നാം നിലകൊള്ളണം. എല്ലാവരും ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ജനങ്ങളെ സ്നേഹിക്കുന്ന, ഇന്ത്യയിൽ ഐക്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ഐക്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ശക്തിയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ പുരോഗതിയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ RSSന്റെ ഈ ഹേറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഹേറ്റ് പൊളിറ്റിക്സിനെ നാം ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മാസം മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന സ്റ്റോപ്പ് പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ്, നിർത്തു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ക്യാമ്പയിനിൻ സർവ്വവിധ ആശംസകൾ ഞാൻ നേരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് നാഗർകോയിലിൽ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം തുടങ്ങുകയാണ്. നാഗർകോയിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നാട് തന്നെയാണ്. ചെരമാൻ പെരുമാളിൻ്റെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിം പാരമ്പര്യമുള്ള ഒരു നാടാണ് നാഗർകോയിൽ. ഈ മുസ്ലിം പാരമ്പര്യത്തിൻ്റെയും ഇവരുടെ അന്തസ്സിനെയും മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്തിനെയും മുറുകി പിടിച്ചുകൊണ്ട്
ഇന്ത്യയുടെ ദില്ലി വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് സർവ്വവിധ ഈ ക്യാമ്പയിനിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും നിലകൊള്ളണമെന്നും അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയും ഞങ്ങളുടെ ശാന്തിക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും ഭംഗം വരാത്ത രീതിയിൽ ഈ ക്യാമ്പയിൻ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.